Hello മക്കളെ, നമുക്ക് ഇന്നത്തെ ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്താലോ? So, the compound C7H8 undergoes the following reactions. ഈ C7H8 എന്ന് പറയുന്നത് ടോളുവിനല്ല മക്കളെ. സോ ടോളുവിൻ എന്ന് പറയുന്ന റിയേജന്റ് ഈ ഫോളോയിങ് റിയാക്ഷൻ വഴി C എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫൈനൽ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ C എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ C കണ്ടുപിടിക്കുന്നതിനേക്കാൾ മുന്നേ വി നീഡ് ടു ഫൈൻഡ് A ആൻഡ് B. സോ നമുക്കതൊന്ന് എഴുതി നോക്കാം. നമ്മുടെ ടോളുവിൻ റിയാക്ട് ചെയ്യുകയാണ്. ടോളുവിൻ ആദ്യം റിയാക്ട് ചെയ്യുന്നത് ക്ലോറിൻ മോളിക്യൂളായിട്ടാണ് ഇൻ ദ പ്രസൻസ് ഓഫ് ഹീറ്റ് എനർജി. സോ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണല്ലോ. അപ്പോൾ CCl3 ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് കിട്ടിയാലുടനെ അതായത് ബെൻസോ ട്രൈ ക്ലോറൈഡ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ബെൻസോ ട്രൈക്ലോറൈഡ് വീണ്ടും റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കോമ്പൗണ്ട് നമുക്ക് കിട്ടി കേട്ടോ. സോ ഇത് റിയാക്ട് ചെയ്യുന്നത് Br2 ഇൻ ദ പ്രസൻസ് ഓഫ് അയൺ ആണ് റിയാക്ട് ചെയ്യുന്നത്. ഈ റിയാക്ഷൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇലക്ട്രോഫൈല് അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡിയാണ്. ഏത് പൊസിഷനിൽ? മെറ്റാ പൊസിഷനിൽ അറ്റാക്ക് ചെയ്യാൻ റെഡിയാണ്. സോ നമ്മുടെ ഇലക്ട്രോഫൈല് റിയാക്ട് ചെയ്യുകയാണ്. CCl3 അവിടെ തന്നെ നിൽക്കുന്നു. മെറ്റാ പൊസിഷനിൽ Br ഇൻസേർട്ടഡ് ആവുകയാണ്. ഇനി ഇതിന് വീണ്ടും റിയാക്ഷൻ നടക്കുകയാണ്. സിങ്ക് ഇൻ ദ പ്രസൻസ് ഓഫ് HCl നടക്കുകയാണ്. സിങ്ക് ഇൻ ദ പ്രസൻസ് ഓഫ് HCl എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം അതെന്ത് റിയാക്ഷനാണ്? റിഡക്ഷൻ റിയാക്ഷനാണ്. സോ റിഡക്ഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ CCl3യുടെ അവിടെ H വരും. അതായത് CH3Br എന്ന് പറയുന്ന കോമ്പൗണ്ടായിട്ടത് മാറുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും? എം ബ്രോമോ, മെറ്റാ ബ്രോമോ ടോളുവിനല്ലേ മക്കളെ അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഓക്കെ.